വോട്ടെണ്ണൽ ദിനം ആഘോഷമാക്കാൻ KPCC നിരാഭവനിൽ പന്തലൊരുക്കുന്നു. കൂറ്റൻ LED വാളിൽ ഫലങ്ങൾ അറിയാൻ സൗകര്യമൊരുക്കും. നേതാക്കൾക്കൊപ്പം ഇരിപ്പിടങ്ങളും സജ്ജീകരിക്കും. വിശദാംശങ്ങളുമായി അനിരു അശോകനാണ് ചേരുന്നത്. അനിരു, എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു കോൺഗ്രസ് ക്യാമ്പിൽ എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അടക്കം ആത്മവിശ്വാസം ഉണ്ട് കോൺഗ്രസ് ക്യാമ്പിന്. അതുകൊണ്ട് തന്നെ ഈ വോട്ടെണ്ണൽ തത്സമയം കാണാനുള്ള ഒരുക്കങ്ങൾ ഇനി വിജയിക്കുകയാണെങ്കിൽ വിജയാഘോഷത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ അവിടെ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്നുമുള്ള വിവരങ്ങൾ. സ്വാതി, ഒരു കല്യാണ വീട് എങ്ങനെയാണോ അല്ലെങ്കിൽ കല്യാണ ദിവസത്തിൻ്റെ തലേ ദിവസം എങ്ങനെയാണോ അതേ ആഘോഷ തിമർപ്പിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആസ്ഥാനമായ ഇന്ദിരാഭവനിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാനാകും, ഇപ്പോൾ ഈ KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ വലിയൊരു കൂറ്റൻ പന്തലാണ് പ്രവർത്തകർക്കും നേതാക്കൾക്കുമായി ഇവിടെ ഒരുക്കുന്നത്. അതിനുള്ള ഇരുമ്പ് കമ്പികൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ കൂറ്റൻ ഫ്ലെക്സ് നാളെ വോട്ടെടുപ്പ് വിശേഷങ്ങൾ തത്സമയം അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂറ്റൻ ഒരു LED വാൾ ഇവിടെ വരും. അതോടുകൂടി ഈ പ്രവർത്തകർക്ക് ചൂടൊന്നും ഏൽക്കാതിരിക്കാനും വളരെ കംഫർട്ടായിട്ടിരുന്ന് കാണാനുമായിട്ട് ഫാനുകളും കൂളറുകളും ഒക്കെ സജ്ജീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ഇവിടെ ചേരുന്നത് KPCC സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ മണക്കാട് സുരേഷാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു സജ്ജീകരണങ്ങൾ നാളത്തെ? 10 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരികയാണ്. അതിൻ്റെ സന്തോഷം സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലുണ്ട്, ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ഇടയിലുണ്ട്. ഇവിടെ ഈ പന്തലൊരുക്കുന്നത് എന്ന് പറയുന്നത് ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പും ഞങ്ങൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സമയത്തുമൊക്കെ പന്തലൊരുക്കിയിട്ടുണ്ട്. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഞാൻ അന്നും ജനറൽ സെക്രട്ടറിയാണ്. അന്നും ഇതുപോലെ നമ്മൾ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയിട്ടുള്ളതാണ്. പിന്നെ അകത്ത് സ്ഥലപരിമിതിയുണ്ട്. ആ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് പുറത്ത് എല്ലാവർക്കും ഇരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മുഴുവൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെയും വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും ഇവിടെ വരുമെന്നാണ് പ്രതീക്ഷ. മുൻനിര നേതാക്കന്മാരെല്ലാം ഇവിടെ ഉണ്ടാകും. അവർക്കെല്ലാം സൗകര്യപ്രദമായി ഇരിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് ഫലം കാണുന്നതിനും വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. PD സതീശനും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലൊക്കെ തിരുവനന്തപുരത്തുണ്ട്. അവരെത്തും നാളെ. രണ്ടുപേരെയും ഞങ്ങൾ എല്ലാവരെയും കേരളത്തിൽ നിന്നുള്ള മുഴുവൻ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ K.സുധാകരൻ അടക്കം എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ KC വരുമോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല. കാരണം നാളെ 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പാണ്. ചിലപ്പോൾ അദ്ദേഹം ഡൽഹിയിലാണോ ഇരിക്കുന്നതെന്ന് അറിയില്ല. മറ്റെല്ലാ നേതാക്കന്മാരും എത്തും. ചിലപ്പോൾ അദ്ദേഹവും ഇവിടെ എത്തിയേക്കാൻ സാധ്യതയുണ്ട്. കാരണം സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നണി പടയാളിയായി നിന്ന് മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിച്ച് മുന്നോട്ട് പോയത് ശ്രീ KC വേണുഗോപാലാണ്. അദ്ദേഹം കൂടി ഈ ഇതിനകത്തുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമാവും, പ്രവർത്തകർക്ക് വലിയ ആവേശമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചകളിലേക്കാണ്. ഭരണം കിട്ടിയാൽ ആരാകണം മുഖ്യമന്ത്രി എന്നുള്ളത് എന്താണ്? അത് ബഹുമാനായ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റും ശ്രീ രാഹുൽ ഗാന്ധിയും തീരുമാനിക്കും. MLA-മാരുടെ അഭിപ്രായത്തിനായിരിക്കും മുൻതൂക്കം. അത് അവരാണത് ആലോചിച്ച് ചെയ്യുന്നത്. ഇതിനകത്ത് എന്നെപ്പോലെയുള്ള ഒരു എളിയ പ്രവർത്തകൻ അഭിപ്രായം പറയുന്നത് ഒരിക്കലും ഉചിതമല്ല എന്നുള്ളതാണ്. വിജയിച്ചു കഴിഞ്ഞാൽ പ്രവർത്തകർക്ക് എന്താണ് നേതൃത്വത്തിൻ്റെ ഒരു സർപ്രൈസ്? പായസമൊക്കെ ഉണ്ടാവും. ഇവിടെ നാളെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ലഡുവും പായസമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ സർപ്രൈസ് കേരളത്തിലെ ജനങ്ങൾക്കാണ്. ഞങ്ങൾ നൽകുന്ന 5 ഗ്യാരണ്ടികൾ: 1, 1000 രൂപ കോളേജ് വിദ്യാർത്ഥിനികൾക്ക്; 2, മുഴുവൻ സ്ത്രീകൾക്കും ബസ്സിൽ സൗജന്യ യാത്ര; 3, 25 ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി; 4, 5 ലക്ഷം രൂപ തൊഴിൽരഹിതരായ ചെറുപ്പക്കാർക്ക് പലിശരഹിതമായ വായ്പ; 5, ക്ഷേമ പെൻഷനുകൾ 3000 രൂപ കൊടുക്കുന്നു. ഈ 5 സർപ്രൈസ് അല്ലേ ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അതല്ലേ ഏറ്റവും വലുതെന്ന് പറയുന്നത്. അത് ഞങ്ങൾ നടപ്പിലാക്കും. എന്തായാലും കോൺഗ്രസ് ക്യാമ്പ് വളരെ ആത്മവിശ്വാസത്തിലാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു മണ്ഡലം മാത്രമാണ്, അത് കോവളം മാത്രമാണ് അവർക്ക് നേടാനായത്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മറിച്ചായിരിക്കും. കൂടുതൽ മണ്ഡലങ്ങൾ, ഒരുപക്ഷെ 14 മണ്ഡലങ്ങളിൽ ഒരു ഭൂരിപക്ഷ സീറ്റുകളും കോൺഗ്രസ് നേതൃത്വം നേടിയേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ KPCCയിലെ പ്രവർത്തകർ അടക്കം പറയുന്നത്. എന്തായാലും KPCC ആസ്ഥാനം ഫുൾ എൻജോയിൽ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, അകത്തടക്കം KPCC ഓഫീസിൻ്റെ അകത്ത് ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു വലിയ പ്രവർത്തകർ തന്നെ ഇപ്പോൾ KPCC ആസ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. പണികൾ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും രാത്രിയോടുകൂടി ഈ ഒരു കൂറ്റൻ പന്തലിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ശരി. എന്തായാലും അനുരു ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു കല്യാണ വീടിൻ്റെ തലേദിവസം എന്തെല്ലാം ഒരുക്കങ്ങളാണോ നടക്കുന്നത്, അത്രമാത്രം വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളും ആണ് അവിടെ നടക്കുന്നത്. തുടർഭരണമോ ഭരണമാറ്റമോ? കേരളം കാത്തിരിക്കുന്ന വിധി. മെയ് 4 തത്സമയം ന്യൂസ് മലയാളം ഡിജിറ്റലിൽ.